അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സാധാരണ നമ്മൾ ഇന്നത്തെ ഭാഷാ പ്രയോഗങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയാറില്ലേ, സംഭവമാണെന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഹാത്ഭുതമാണ്. ആ ജീവിതം എത്ര തികവുള്ളതാണത്, എത്ര മികവുള്ളതാണ് ജീവിതം, എത്രമേൽ പരിപൂർണമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഉറപ്പും യഖീനും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് നമ്മളോട് പറഞ്ഞുവോ അത് കേൾക്കുന്ന വിഷയത്തിൽ, അത് ഉൾക്കൊള്ളുന്ന വിഷയത്തിൽ, അത് ജീവിതത്തിൽ പകർത്തുന്ന വിഷയത്തിൽ, ലോകത്തിൻ്റെ മുന്നിൽ അഭിമാനത്തോടെ പ്രഖ്യാപിക്കുന്ന വിഷയത്തിൽ മുഹമ്മദ് റസൂലുള്ളയോട് നമുക്ക് എത്ര കണ്ട് ഉറപ്പുണ്ടോ അതിനനുസരിച്ചിരിക്കും അതെല്ലാം. മുഹമ്മദ് റസൂലുള്ള എന്ന പച്ചയായ യാഥാർത്ഥ്യത്തിൽ നമുക്ക് എത്ര കണ്ട് നമ്മുടെ യക്കീനിന് കുറവുണ്ടോ അതിനനുസരിച്ചിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നുള്ള ആഴത്തിലുള്ള ബോധവും ബോധ്യവും, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറും വർത്തമാനമല്ലെന്നും കൃത്യമായ വഹീൻ്റെ വെളിച്ചത്തിലാണ് ലോകത്തോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വർത്തമാനം പറഞ്ഞതെന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധേയമായ സൂറ നജ്മിലെ ആയത്ത് ഇവിടെ ഓതി വെച്ചത്. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയ്യു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വർത്തമാനം പറയുന്നത് വഹീൻ്റെ വെളിച്ചത്തിലാണ്. കേവലമായ തൻ്റെ താല്പര്യങ്ങളോ തൻ്റെ ചിതറിയ ചിന്തകളോ അല്ല ലോകത്തിൻ്റെ മുന്നിൽ ദീനായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മറിച്ച് കൃത്യമായ വഹീൻ്റെ വെളിച്ചത്തിൽ എന്ന് അള്ളാഹു അടിവരയിടുകയാണ്. ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ പ്രവാചകനെ മനസ്സിലാക്കി ഉൾക്കൊണ്ട സഹാബത്തിൻ്റെ ജീവിതത്തിലെ ശ്രദ്ധേയമായ ചില രംഗങ്ങളുണ്ട്. ഇപ്പോൾ പ്രവാചക ജീവിതത്തിലെ ഒരു മഹാത്ഭുതമാണ് ഇസ്രാഉൽ മിഅ്റാജും. ഈ മഹായാത്രക്ക് സാക്ഷ്യം വഹിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മക്കക്കാരോട്, തനിക്ക് ചുറ്റുമുള്ള ആളുകളോട് പറഞ്ഞപ്പോൾ അവരിൽ നല്ലൊരു ശതമാനം ആളുകളും പ്രവാചകനെ കളിയാക്കി. ഒറ്റ രാത്രി കൊണ്ട് ഈ മക്കത്ത് നിന്ന് അങ്ങകലെയുള്ള ഈ പറയുന്ന ഫലസ്തീനിൽ മസ്ജിദുൽ അക്സയിലെത്തുകയും അസാധ്യം, നടപടിയാണ് കേസല്ല. ഒരു രാത്രി കൊണ്ട് ആകാശ ലോക യാത്ര കഴിഞ്ഞ് തിരിച്ചു വരെ വിശ്വസിക്കാൻ പറ്റുന്ന വല്ലതുണ്ടെങ്കിൽ പറയൂ മുഹമ്മദ് എന്ന് പറഞ്ഞ് അവിടെയുള്ള മുശ്രിക്കുകൾ കൂവി വിളിച്ച് കളിയാക്കി, പരിഹസിച്ചു. ചില ആളുകൾ ചോദിച്ചു, അങ്ങനെയൊക്കെ സംഭവിച്ചോ, ഉണ്ടോ, ഇല്ലയോ? എന്നാലും ഒരു ഉറപ്പില്ലായ്മ, പണ്ട് പറഞ്ഞാലോ കുറുപ്പിൻ്റെ ഉറപ്പ് പറഞ്ഞാൽ ആടി നിൽക്കണ ഒരു ഉറപ്പ്. എന്നാൽ കുറച്ച് അകലെയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു മുശ്രിക്കായ ആൾ പറഞ്ഞു, നിന്റെ മുഹമ്മദ്, നിന്റെ കൂട്ടുകാരൻ ഇങ്ങനെയെല്ലാം പറയുന്നു, ഒറ്റ രാത്രി കൊണ്ട് ഇത്രയധികം യാത്രകൾ നടത്തി, ഇസ്രാ നടത്തി, അങ്ങകലെ ആഴ്ചകളോ മാസങ്ങളോളം എടുക്കേണ്ട യാത്ര ഒറ്റ ദിവസം കൊണ്ട്, അതും ഒറ്റ ദിവസത്തിലെ ഏതാനും മണിക്കൂറുകൾക്കകം പോയി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആകാശലോക യാത്ര വരെ നടത്തിയെന്ന് പറഞ്ഞു. അബൂബക്കറെ, ഇനിയും മുഹമ്മദിനെ ഒഴിവാക്കാൻ നിനക്ക് സമയമായില്ലേ? എന്തിനാണ് ഇത്തരം വികലാശയങ്ങൾ പേറുന്നത്? വലിച്ചെറിയൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. പറഞ്ഞത് എൻ്റെ നബിയാണോ, എൻ്റെ റസൂലാണോ അത് പറഞ്ഞത്? അതെ, അദ്ദേഹമാണത് പറഞ്ഞത്. എങ്കിൽ ഞാൻ വിശ്വസിച്ചു. വേറെ വർത്താനല്ല അവിടെ. എങ്കിൽ ഞാൻ വിശ്വസിച്ചു. സ്വാഭാവികമായും ഈ പരിഹാസ വാക്കുകൾക്കിടയിൽ, കുത്തുവാക്കുകൾക്കിടയിൽ മക്കത്ത് കഅബാലയവുമായി ചേർന്ന് ആ കഅബയുടെ കില്ലയിൽ, അതിൻ്റെ ചുമരിൽ ചാരിയിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റുമുള്ള ആളുകൾ പരിഹസിക്കുന്നു, കളിയാക്കുന്നു, കൂവി വിളിക്കുന്നു. അതിനിടയിൽ ദൂരെ നിന്ന് അബൂബക്കറിൻ്റെ വരവ് കാണുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചാടി എഴുന്നേറ്റു അള്ളാഹുവിൻ്റെ റസൂൽ. എന്തായിരിക്കും അബൂബക്കർ പറയുക? എൻ്റെ കളിക്കൂട്ടുകാരൻ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുമോ അതോ സംശയം പ്രകടിപ്പിക്കുമോ? എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം? അടുത്തെത്തി അബൂബക്കർ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതിയിൽ തൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കലേക്ക് അങ്ങോട്ട് ചെന്നു. നബിയുടെ അടുക്കലെത്തിയുടൻ അബൂബക്കർ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. അള്ളാഹു സാക്ഷി, അങ്ങ് പറഞ്ഞതിലെല്ലാം ഞാൻ വിശ്വസിച്ചു. അങ്ങ് എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിലെല്ലാം ഞാൻ വിശ്വസിച്ചു. വിശദമായ വിശദീകരണങ്ങളിലേക്കൊന്നും പോണില്ല. അങ്ങ് എന്താണോ പറഞ്ഞത് അതിൽ അള്ളാഹുവാണ്, ഞാൻ വിശ്വസിച്ചു.
അള്ളാഹുവിൻ്റെ റസൂൽ കെട്ടിപ്പിടിക്കുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. ഇസ്ലാമിക ചരിത്രത്തിൽ വല്ലാത്ത വൈകാരികമായ നിമിഷങ്ങളാണത്. തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നുണ്ട് അബൂബക്കറിനെ. അബൂബക്കർ അന്നു മുതലാണ് സിദ്ദീഖ് ആകുന്നത്, സിദ്ദീഖ് അക്ബർ ആകുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ എന്തു പറഞ്ഞോ ഞാനത് കേട്ടു, ഞാനത് വിശ്വസിച്ചു. ജനം ഒന്നടങ്കം കൂവട്ടെ, കളിയാക്കട്ടെ, പരിഹസിക്കട്ടെ, പക്ഷേ എൻ്റെ പ്രവാചകൻ എന്തു പറഞ്ഞോ അത് സത്യമാണ്, സത്യമാണ്, സത്യമാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. ഈ ഒരു ഉറപ്പാണ് അബൂബക്കറിനെ സിദ്ദീഖാക്കണ്. ആ ഒരു ഉറപ്പാണ്. സ്വർഗത്തിലെ 8 വാതിലുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ തുറന്നു കൊടുക്കുവാൻ മാത്രം നന്മകളിൽ കുതിച്ചുയരാൻ അബൂബക്കറിനെ പ്രാപ്തമാക്കുന്നത് ഈ യക്കീനാണ്. ആ അബൂബക്കറിന്റെ പേരാണ് ഇന്ന് നമ്മൾ കേൾക്കുമ്പോഴും ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് റളിയല്ലാഹു അൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണേ. കാലം എത്ര കഴിഞ്ഞാലും അബൂബക്കർ എന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ നമുക്ക് മറക്കാൻ കഴിയാത്തതും അതുകൊണ്ട് തന്നെയാണ്. ഇന്നും നമുക്ക് ഇഷ്ടമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. നമ്മളാരും കണ്ടിട്ടില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. നമ്മളാരും കണ്ടിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. പക്ഷേ ലോകം കണ്ട തികവുറ്റ മികവുറ്റ ഏറ്റവും നല്ല കൂട്ടുകാരാണ് അവരെ നമുക്കിഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന വിഷയത്തിൽ ആഴത്തിലുള്ള ബോധ്യവും യക്കീനും നമുക്കുണ്ടാകണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ജ്വലിച്ചു നിൽക്കും. ആ യക്കീൻ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിത നടപടിക്രമങ്ങളിലെല്ലാം അതിൻ്റെ കുറവുണ്ടാവും, അതിൻ്റെ പോരായ്മകൾ ഉണ്ടാകും. അത് നമ്മുടെ ജീവിതമാകട്ടെ, ദഅ്വാ പ്രവർത്തനങ്ങളാകട്ടെ, മറ്റ് ദഅ്വാ സംഘടനാ ആക്ടിവിറ്റികളാകട്ടെ, എന്തുമേതും നമ്മുടെ വ്യക്തി ജീവിതം, കുടുംബജീവിതം, സാമൂഹിക ഇടപാടുകൾ, നടപടിക്രമങ്ങൾ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ, ക്രയവിക്രയങ്ങളിലെല്ലാം അത് മുഴച്ചു നിൽക്കും. നമ്മുടെ ഈമാൻ ശക്തവും ഭദ്രവുമാകേണ്ടതുണ്ട്. അള്ളാഹു ഉണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂലാണ്. അള്ളാഹു എങ്ങനെയുള്ളവനാണ് എന്ന് നമ്മെ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സ്വർഗമുണ്ട്, നരകമുണ്ട്, വിചാരണയുണ്ട്, ഖബറിലെ രക്ഷാശിക്ഷകളുണ്ട് എന്നെല്ലാം പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് നബിക്ക് തോന്നിയ തോന്നലുകളുടെ വെളിച്ചത്തിലുള്ള വിശദീകരണമല്ല, മറിച്ച് അള്ളാഹു പറഞ്ഞതിൻ പ്രകാരമുള്ള വർത്തമാനമാണ്. അതുകൊണ്ട് അവിടെ പാളിച്ചുണ്ടാവില്ല, ഒരു തരിമ്പ് പോലും തകരാറുണ്ടാവില്ല, ഒരു ചെറിയ വീഴ്ച ഉണ്ടാവില്ല. കാരണം പിഴവില്ലാത്ത എല്ലാ അർത്ഥത്തിലും തികവും മികവുമുള്ള സുന്ദരമായ മഹിതമായ ആശയമാണിത്. ഈ ബോധത്തെ അല്ലെങ്കിൽ ഈ ബോധ്യത്തോടു കൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നിങ്ങൾ നോക്കി, അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വർത്തമാനങ്ങളൊന്നും വെറും വർത്താനായിട്ട് മാറിയിട്ടില്ല. മക്ക കാലഘട്ടത്തിൽ ഒരുപാട് ദഅ്വാ രംഗത്തുണ്ടായ പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിലൂടെ കൂടെ കേട്ടിട്ടുണ്ടാവും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട ചരിത്രവും നമുക്കറിയാം. പക്ഷേ ഉമർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ സാക്ഷാൽ ഉമറിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചറബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്നാണ് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബിഉമർ ബിൽ ഖത്താബ്. ഉമറിനെ കൊണ്ട് ഈ മഹിതമായ ആശയത്തെ നീ ശക്തിപ്പെടുത്തണമേ. അംർ ബിൻ ആസ് റളിയല്ലാഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നമുക്ക് കാണാൻ കഴിയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനകളിൽ ഒന്നായി അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബിഅഹബ്ബി ഹാദൈനി റജുലൈനി ഇലൈക് ബിഅബി ജഹൽ ഔ ബിഉമർ ബിൻ ഖത്താബ്. ഈ രണ്ടാളിൽ ഒരാളെ കൊണ്ട് നീ ഇസ്ലാമിന് പ്രതാപം നൽകണമേ. ഒന്നല്ലെങ്കിൽ അബൂജഹൽ അല്ലെങ്കിൽ ഉമർ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമ്പോൾ കട്ട മുശ്രിക്കുകളാണ്, ഒരു സാധ്യതയുമില്ല. അത്രമേൽ ശക്തമായ വിരോധികൾ, മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ വമ്പന്മാർ, കൊമ്പന്മാർ, അതിശക്തമായ വിരോധികൾ, അതിശക്തമായ ആദർശ വൈരികൾ. അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസക്തമായ പ്രാർത്ഥന. നിങ്ങൾ നോക്കി, ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ ചരിത്രത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാം. അതെ, ശ്രദ്ധേയനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു കൂട്ടുകാരൻ, സഹാബി വര്യൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്, അദ്ദേഹം ഈത്തപ്പന മരം പഴം പറിക്കാൻ വേണ്ടി പനയിൽ കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലേതാണ്, ഈത്തപ്പന പട്ടയുടെ തണ്ട് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന്. അത്രയും മെലിഞ്ഞ മനുഷ്യനായിരുന്നു, കുറുകിയ മനുഷ്യനായിരുന്നു, ചെറിയ മനുഷ്യനായിരുന്നു. ആകാര സൗഷ്ഠമുള്ള വലിയ തണ്ടും തടിയുള്ള ആളൊന്നുമല്ല, മെലിഞ്ഞൊരു സാധാരണക്കാരൻ. അദ്ദേഹം മക്കയിലെ തെരുവിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച വിവരം അബൂജഹലിന് അറിയാം. സ്വാഭാവികമായും ഇസ്ലാമിനോട് അയാൾക്ക് വിയോജിപ്പാണ്, വെറുപ്പാണ്. മുസ്ലിങ്ങളോട് സ്വാഭാവികമായും ആ വെറുപ്പ് പല സമയങ്ങളിൽ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, സാക്ഷാൽ അബൂജഹൽ. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ കണ്ടപ്പോൾ ഇയാൾക്ക് അരിശം കൂടി. അബൂജഹലിന്
നേരെ അബ്ദുല്ലാഹിബ്നു മസ്ഊദിന്റെ അടുക്കലേക്ക് കടന്നു വരികയും ശകാരിക്കുകയും അടി കൊടുത്തു. അടികൊണ്ട് വീണു. ഇത്രയും വലിയ അജാനുബാഹു അടിച്ച എന്തായിരിക്കും അവസ്ഥ? അടികൊണ്ട് മൂത്തൊന്ന് ചോര പൊട്ടി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് നിലത്ത് വീണു. അബൂജഹലിനെ ചോദ്യം ചെയ്യാൻ അവിടെ ആരുമില്ല. വീണ് കിടന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ ഒന്ന് കൈത്താങ്ങ് കൊടുക്കാൻ, ഒന്ന് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാൻ അവിടെ ആരുമില്ല. ഈ രംഗമെല്ലാം കണ്ടുനിന്ന് അതിന് സാക്ഷികളായ ആളുകൾ ഒരു അക്ഷരവും മിണ്ടിയില്ല. ഇത്രയും ആളുകൾക്കിടയിൽ അപമാനിതനായി അടികൊണ്ട് തളർന്നു വീണ ഒരു സാധാരണക്കാരൻ്റെ, ഒരു സാധു മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? വല്ലാത്ത പ്രയാസം ഉണ്ടാവില്ലേ? അബൂജഹൽ ക്രുദ്ധനായി അയാൾ തിരിച്ചുപോയി, അവിടുന്ന് പോയി. ആ സമയത്ത് ആ വഴിക്ക് നടന്നു വന്ന ഒരാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ അന്ന് മുശ്രിക്കാണ്, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. താഴെ നിലത്ത് വീണ് കിടക്കുന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ ഉമർ അള്ളാഹിനെ കണ്ടപ്പോൾ തൻ്റെ കൈ കൊടുത്ത് അയാളെ എഴുന്നേൽപ്പിച്ച് നിർത്തണം. അത്ഭുതമാണ് അത്. ഉമർ ഒരാൾക്ക്, അതും അടികൊണ്ട് കിടക്കണ ഒരു മുസ്ലിമായ അബ്ദുല്ലാഹിബ്നു മസ്ഊദിന് ഒരു കൈത്താങ്ങ് നൽകുക, അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ തന്നെ അത്ഭുതമായി. കണ്ടുനിന്നവർക്ക് പോലും എഴുന്നേൽപ്പിച്ചു. ആ സമയത്ത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഉമറെ, താങ്കൾക്ക് വേണ്ടി അള്ളാഹു പ്രാർത്ഥിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ രണ്ടാളിൽ ഒരാൾ അങ്ങാകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു ഉമർ. എന്നാലോചിച്ച് നോക്കി, ആ രണ്ടാളുകളിൽ ഒരാൾ അങ്ങാകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഉമർ. അങ്ങേക്ക് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നീട് ചരിത്രത്തിൽ കാണുന്നത് എന്താണ്? നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് പറയുക മാത്രമല്ല, അത് നെഞ്ചു വിരിച്ച് ജനങ്ങൾക്കിടയിൽ പ്രഖ്യാപിക്കുക മാത്രമല്ല, മുന്നിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വലിയ സംഘമായി കഅബാലയത്തിൻ്റെ അടുക്കലേക്ക് ഒരു ടീമായി മുന്നോട്ട് പോകുന്ന ഒരു രംഗം ഉമർ ബിൻ ഖത്താബിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. അവിടെ മുതലാണ് അദ്ദേഹം ഫാറൂഖ് ആകുന്നത്, ഉമറുൽ ഫാറൂഖ് ആകുന്നത്. അബൂബക്കർ സിദ്ദീഖിനെ നമ്മൾ കേട്ടു, ഉമറുൽ ഫാറൂഖിനെയും നമ്മൾ കേട്ടു. ഇവർക്കെല്ലാം ബോധ്യമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ, സംശയമൊന്നുമില്ല. ആ പ്രവാചകന്റെ മൊഴി, വാക്കുകൾ, വർത്തമാനങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള വഹി തന്നെ, സംശയമില്ല. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഇന്നും നമ്മൾ ഓർക്കുന്നത്. ഉമർ ബിൻ ഖത്താബിന്റെ ചരിത്രത്തിലെ പല ഏടുകളും നമ്മൾ കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ, അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറയുന്നത്, പലപ്പോഴും നമുക്ക് രോമാഞ്ചമുണ്ടാകുന്നത്, എന്തെന്നില്ലാത്ത ഇഷ്ടവും സ്നേഹവും ഉമർ ബിൻ ഖത്താബിനോടുണ്ടാകുന്നത്. അവരെല്ലാം നമ്മളെക്കാളേറെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എന്ന ആഴത്തിൽ അറിയുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെയും വർത്തമാനത്തെയും അതേ ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. മക്ക വിജയവേള ഇസ്ലാമിക ചരിത്രത്തിലെ വലിയൊരു സംഭവമാണല്ലോ അത്. അതിനു മുമ്പ് മക്ക കാലഘട്ടത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ അടുക്കൽ എത്തുന്നുണ്ട്. അന്ന് കഅബയുടെ താക്കോൽ ഉസ്മാൻ ബിൻ ത്വൽഹയുടെ കയ്യിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്മാൻ ഇതൊന്ന് തുറന്നു തരും. അയാൾ പറഞ്ഞു, പോവാൻ പറഞ്ഞു. തുറന്നു തരില്ല. നീ ആരാണ് പറയാൻ? തുറന്നു തരില്ല. ഉസ്മാൻ ബിൻ ത്വൽഹ ശക്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്നുണ്ട്, ശകാരിക്കുന്നുണ്ട്. ആ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാനോട് പറഞ്ഞ വർത്തമാനമുണ്ട്. വളരെ പാകതയോടെ, വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉസ്മാൻ ലഅല്ലക തറ ഹാദൽ മിഫ്താഹ യൗമൻ അലാ യദി അളഅഹു ഹൈതു ശിഅ്ത. ഒരു നാൾ, ഒരു ദിവസം വരും, അന്ന് ഈ താക്കോൽ എൻ്റെ ഈ കൈവെള്ളയിൽ ആയിരിക്കും. അന്ന് ഞാൻ തീരുമാനിക്കും ഇതാർക്ക് കൊടുക്കണമെന്ന്. ഒരു സാധ്യതയും അന്നില്ല. ഉസ്മാൻ പറഞ്ഞു, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ലഖദ് ഹലഖത്തിൽ ഖുറൈശ് വദല്ലത്, അന്ന് ഖുറൈശികളുടെ എല്ലാ അർത്ഥത്തിലുള്ള അധപ്പതനമായിരിക്കും. അങ്ങേയറ്റം നിന്ദ്യരായിരിക്കും ഖുറൈശികൾ. അന്നേ ഇത് നടക്കുള്ളൂ, അത് സംഭവിക്കാനും പോണില്ല എന്ന അമിത പ്രതീക്ഷയിലായിരുന്നു ഉസ്മാൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഈ കൈവെള്ളയിൽ ഉസ്മാൻ ഈ താക്കോൽ വരും. കാലം കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറും വർത്തമാനം പറയില്ലല്ലോ, അള്ളാഹുവിൻ്റെ വഹീൻ്റെ വെളിച്ചത്തിലല്ലാതെ ആ നാവിൻ തുമ്പിൽ നിന്ന് മൊഴികൾ പുറത്തു വരില്ല. മക്ക വിജയവേളയിൽ കഅബാലയത്തിൻ്റെ അടുക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിൽക്കുന്നു. വിശ്വാസികൾ ഒന്നടങ്കം വിജയത്തിൻ്റെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ
പൂർണ്ണതയിൽ നിൽക്കുന്നൊരു രംഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉസ്മാൻ എവിടെ? ഉസ്മാനെ കൊണ്ടുവരാൻ അദ്ദേഹത്തെ വിളിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെടുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തെ കൊണ്ട് കൊണ്ടുവരും. എവിടെ അദ്ദേഹം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ച് ആളുകൾ ഉസ്മാനെ വിളിച്ചു. ഉസ്മാൻ വന്നു. യാ ഉസ്മാൻ ഇഅ്തി ബിൽ മിഫ്താഹ്. കൊണ്ടാ താക്കോൽ എവിടെ? അയാൾ ആകെ പേടിച്ച് വിറച്ച് എന്തായിരിക്കും സംഭവിക്കുക? എന്തും തീരുമാനം എടുക്കാനുള്ള അധികാരവും സ്വാധീനവും ഒക്കെ പ്രവാചകനുണ്ട്. അയാൾ മടിച്ചു ബേജാറായി വന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് താക്കോല് വായിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞല്ലോ, എൻ്റെ ഈ കൈവെള്ളയിൽ ഈ താക്കോല് വരുന്നൊരു ദിനമുണ്ട്. തൻ്റെ കൈവെള്ളയിൽ പ്രവാചകൻ ആ മിഫ്താഹ് കയ്യിൽ വെച്ചു. എന്നിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ഉസ്മാനോട് പറഞ്ഞു, ഖുദ് ഹാദാ താലിദതൻ ഖാലിദ. എന്നാ ഇത് പിടിച്ചോ, എന്നേക്കുമായി താങ്കൾക്ക് കൈകളിൽ വെക്കാം. ഏൽപ്പിക്കുകയാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യൻസിഉഹാ മിൻകും ഇല്ല ളാലിം. അക്രമിയല്ലാതെ താങ്കളുടെ കൈകളിൽ നിന്ന് ഇതാരും തട്ടിയെടുക്കില്ല, മാറ്റില്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, അലം യകുനില്ലദീ ഖുൽതു ലക്. ഞാൻ അന്ന് പറഞ്ഞത് ഉസ്മാനെ നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ താക്കോൽ എൻ്റെ ഈ കൈവെള്ളയിൽ വരും. അന്ന് ഞാൻ തീരുമാനിക്കും ഇതാർക്ക് കൊടുക്കണമെന്ന്. ഇന്നിതാ എൻ്റെ കൈകളിൽ വന്നിരിക്കും. ഇതാർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് എൻ്റെ വർത്തമാനം നീ കേട്ടിട്ടില്ലേ? നിനക്കറിയില്ലേ അത്? അതെ. എന്നിട്ട് ഏൽപ്പിക്കുകയാണ് ഉസ്മാനെ. അയാൾ അവിടെ നിന്ന് പറയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. നിങ്ങൾ നോക്കി എന്താണ് ആ രംഗം? ഇന്നും ആ ഉസ്മാൻ ഇബ്നു തുൽഹയുടെ വരും അല്ലെങ്കിൽ പിൻതലമുറയുടെ കയ്യിൽ തന്നെയാണ് ആ താക്കോൽ സൂക്ഷിപ്പിൻ്റെ അധികാരമുള്ളത്. സൗദി ഗവൺമെൻറ്റിൻ്റെ കയ്യിലല്ല. ഇന്നും അത് കൃത്യമായി ആ പരമ്പരയിലൂടെ തന്നെ അത് അവർ കൈകളിൽ ഭദ്രമായി വെച്ചുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചൊരു കാര്യം എത്ര കാലം കഴിഞ്ഞു? 14 നൂറ്റാണ്ടുകൾക്കിപ്പുറവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കും വർത്തമാനവും അത് വെറും വാക്കും വർത്തമാനവുമല്ല എന്ന് ബോധ്യമാകുന്ന വല്ലാത്ത നിമിഷങ്ങൾക്ക് ഇന്ന് ഈ 2024 നമ്മൾ സാക്ഷികളാവുകയാണ്. അപ്പോൾ അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങളെ, വാക്കുകളെ നിസാരവൽക്കരിച്ച് തള്ളേണ്ടവരല്ല നമ്മൾ. അതാഴത്തിൽ ഹൃദയത്തോട് ചേർത്തു വെക്കുകയും ഉറപ്പിക്കുകയും ചെയ്യേണ്ടവരാണ് എന്ന് ചുരുക്കം. ചരിത്രത്തിൽ എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വായിക്കാനും മനസ്സിലാക്കാനും കഴിയും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ത യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ വിശ്വാസികൾക്ക് ആഹ്വാനം നൽകി. അതിൻ്റെ ഉത്തരവാദിത്വം, നേതൃത്വം എന്ന നിലയിൽ സെയ്ദ് ബിൻ ഹാരിസയെ ഇസ്ലാമിൻ്റെ പതാക ഏൽപ്പിച്ചു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സെയ്ദിന് ശേഷം അത് ജഅഫർ ബിൻ അബി താലിബിൻ്റെ കൈകളിലായിരിക്കണം. ജഅഫറിന് ശേഷം അബ്ദുല്ലാഹി ബിൻ റവാഹയുടെ കൈകളിലും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ തന്നെ നിങ്ങൾ നോക്കി, ഒരു വലിയ യുദ്ധത്തിനാണ് വിശ്വാസികൾ പോകുന്നത്. ഇന്ന ആളുകളുടെ പേരുകൾ പ്രവാചകൻ എടുത്തു പറഞ്ഞു. വരാനിരിക്കുന്ന മുഅ്ത യുദ്ധത്തിൽ നടക്കേണ്ട സംഭവങ്ങളെക്കുറിച്ചാണ് നബി പറയുന്നത്. മുഅ്ത യുദ്ധം നടന്നുകൊണ്ടിരിക്കെ, പ്രവാചകൻ മദീനയിലിരിക്കെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ പ്രവാചകൻ പെട്ടെന്ന് നിശബ്ദനായി. ഒന്നും പ്രവാചകൻ പറയണില്ല, മൗനം പാലിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വിശ്വാസികളോട്, ഇസ്ലാമിൻ്റെ പതാക സെയ്ദ് ബിൻ ഹാരിസയുടെ കൈകളിലാണ്. അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി രക്തസാക്ഷിത്വം വഹിച്ചു. പിന്നെ ജഅഫർ ബിൻ അബി താലിബിൻ്റെ കൈകളിൽ, അദ്ദേഹവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചു. പിന്നീട് അബ്ദുല്ലാഹി ബിൻ റവാഹയുടെ കയ്യിൽ, അദ്ദേഹവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചു. ഇത് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ അന്ന് നിറഞ്ഞൊഴുകുന്നത് ഞങ്ങൾ കണ്ടു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ വേദനിച്ച, സങ്കടപ്പെട്ട നിമിഷങ്ങളായി. പ്രവാചകൻ കരഞ്ഞ നിമിഷങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കിതാബ് തന്നെയുണ്ട്. നബി ചിരിച്ച സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബ് തന്നെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞ സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞൊരു സന്ദർഭമാണ് ഈ സമയം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന പ്രവചനമാണത്. ഇന്ന ആളുകൾ, ആ പതാക കൈമാറ്റങ്ങൾ ഉണ്ടാവും. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനമാണ്. നബിക്ക് തോന്നിയതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ വഹീൻ്റെ വെളിച്ചത്തിലുള്ള വാക്കും വർത്തമാനവുമാണ്. അതുകൊണ്ട് ഞാൻ യുദ്ധത്തിനില്ല എന്ന് സെയ്ദ് ബിൻ ഹാരിസ പറഞ്ഞില്ല.
ജാഫർ ബിൻ അബി താലിബ് പറഞ്ഞില്ല, അബ്ദുല്ലാഹിബിൻ റവാഹ പറഞ്ഞില്ല. ഇവരൊക്കെ നബിയുടെ പ്രിയപ്പെട്ടവരാണ്. ഇവരായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ഇടപാടുകളും അവരുമായി ബന്ധപ്പെട്ട സംസാരങ്ങളും ചരിത്രവും എടുത്തു നോക്കുമ്പോൾ അവർ എത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആരാ സയ്യിദ് ബിൻ ഹാരിസ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത മകനാണ്. മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദത്തുപുത്ര സമ്പ്രദായവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളും കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ് ഇവർ. നബിയുടെ സംരക്ഷണ തലത്തിൽ വളർന്നു വന്ന ഒരാൾ. ദത്തുപുത്രൻ്റെ വിവാഹമോചനം ചെയ്ത ഭാര്യയെ, സ്ത്രീയെ വിവാഹം കഴിക്കുന്ന ഏർപ്പാട് അന്ന് ഭയങ്കര രൂക്ഷമായ, അത് മോശം ഏർപ്പാടായി കണ്ടിരുന്ന ഒരു കാലത്ത് ആ ഒരു സംവിധാനം എന്താണ് ഇസ്ലാമികമായ നിയമം, തലമെന്ന് പ്രവാചകനിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. തൻ്റെ ഏറെ പ്രിയപ്പെട്ടവനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൊക്കെ വന്നിട്ട് ചെറുപ്പത്തിൽ ഒരു യാത്രയിൽ ഗോത്ര അക്രമത്തിലൂടെ ആ കുട്ടി ഈ പറയുന്ന അക്രമികളുടെ കയ്യിൽ പെട്ടുപോയതാണ്. ആപ്പിയമ്മയൊക്കെ പല വഴിക്ക് പോയി. ഒടുവിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ വരുന്നത്. അടിമച്ചന്തയിൽ നിന്ന് ഖദീജ ബീവിയുടെ സഹോദരനാണ് അദ്ദേഹത്തെ വാങ്ങണത്. പ്രവാചകന്റെ കയ്യിൽ കിട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മോചനം നൽകി. നബിയുടെ സംരക്ഷണത്തിൽ നബി സ്നേഹിച്ച് പരിഗണിച്ച് കൊണ്ടു നടന്നു സയ്യിദ് ബിൻ ഹാരിസയെ. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഉപ്പയും അദ്ദേഹത്തിൻ്റെ അളാപ്പയൊക്കെ പലയിടത്തും അന്വേഷിച്ച് ഒടുവിൽ മദീനത്തെത്തി. അവർക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് തിരിച്ചു മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടിയാണ്, കൊണ്ടേക്കോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൻ വരികയാണെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോവാം. സെയ്ദ് വരികയാണെങ്കിൽ കൊണ്ടേക്കോളി, എനിക്ക് വിരോധമൊന്നുമില്ല. സെയ്ദ് ബിൻ ഹാരിസിനോട് വാപ്പയും എളാപ്പയും വന്നിട്ട് ചോദിച്ചു, പോവല്ലേ മോനെ നമുക്ക് നാട്ടിലേക്ക്? സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വർത്തമാനമുണ്ട്. എനിക്ക് നിങ്ങളെയൊക്കെ ഇഷ്ടമാണ്, നിങ്ങളെല്ലാം കാണണം, പക്ഷേ എൻ്റെ പ്രവാചകൻ ഒഴിവാക്കിയിട്ട് ഞാനില്ല, എൻ്റെ നബി ഒഴിവാക്കിയിട്ട് ഞാനില്ല എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും ആ മനസ്സിലുള്ള പ്രവാചകനെ കുറിച്ചുള്ള മതിപ്പ്? എൻ്റെ റസൂലിനെ ഒഴിവാക്കിയിട്ട് ഞാൻ എങ്ങോട്ടുമില്ല എന്ന് പറയണമെങ്കിൽ അപ്പം അങ്ങനെയുള്ള ഒരാളെ നബി എത്ര കണ്ട് സ്നേഹിച്ചിട്ടുണ്ടാവണം, നബി എത്ര കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം, തിരിച്ച് അദ്ദേഹം നബി എത്ര കണ്ട് സ്നേഹിച്ചിട്ടുണ്ടാവണം. മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് അവരുടെ മനസ്സിൽ ആഴത്തിൽ ഇങ്ങനെ ഇഴുകിച്ചേർന്ന ഒന്നാണ്. അങ്ങനെയുള്ള ഒരാളുടെ മരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മറ്റൊരാൾ ജഅഫർ ബിൻ അബി താലിബാണ്. എത്തോപ്യയിൽ നിന്നുള്ള അന്ന് പോയ ഹിജറ സംഘം തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തിരിക്കുകയാണ്. മദീനയിൽ അവരെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തോഷം കൊണ്ട്, നബി സന്തോഷിച്ച നിമിഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാതെ, നബി ഓടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് ജാഫറിന്റെ അടുക്കിലേക്ക്. ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ജാഫർ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കെട്ടിപ്പിടിക്കാൻ നബി അങ്ങോട്ട്. നബിയുടെ കളിക്കൂട്ടുകാരനാണ്, നബിയുടെ എളാപ്പാന്റെ മകനാണ്, മൂത്താപ്പാന്റെ മകനാണ്. അത്രമേൽ ചേർത്ത്, ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ. എന്നിട്ട് ജാഫർ ബിൻ അബി താലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ജാഫറെ, ഈ സമയത്ത് ലഭിച്ച യുദ്ധവിജയമാണോ അതല്ല നിന്റെ വരവാണോ, ഏതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് തൻ്റെ ജാഫറിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരുടെ മരണവർത്തമാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ കണ്ണ് നിറയാതിരിക്കുമോ, ആ ഹൃദയം പെടാതിരിക്കുമോ, ആ അധരങ്ങൾ വറക്കാതിരിക്കുമോ? ഇല്ല, ഇത് പ്രവചനമാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും വർത്തമാനവുമാണ്. അത് കൃത്യമായ വഹീന്റെ വെളിച്ചത്തിലുമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കുകളും വർത്തമാനങ്ങളും സത്യമായി പുലരുന്നത് കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ആ പരമയാഥാർത്ഥ്യങ്ങൾക്ക് നേർക്ക് നേരെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യാണ് സഹാബത്ത്. അപ്പം മാത്രമല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വർത്തമാനങ്ങളുടെ പൂർത്തീകരണത്തിന് സാക്ഷികളാകുകയാണ് സഹാബത്ത് കാലങ്ങൾ കഴിഞ്ഞിട്ട്. സുറാക്കയെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സുറാഖത്ത് ബിൻ മാലിക് നബിയും അബൂബക്കർ റളിയല്ലാഹു പിടിക്കാൻ വേണ്ടി പിന്നാലെ വന്ന മനുഷ്യനാണ്. തൊട്ടടുത്തെത്തിയപ്പോൾ കുതിരകൾ, അതിൻ്റെ കാലുകൾ മണ്ണിലേക്ക് ആഴ്ന്നു പോയ സംഭവങ്ങൾ നമുക്കറിയാം. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോവില്ല. പക്ഷെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖിനോട് പറഞ്ഞൊരു വർത്താനുണ്ട്. സുറാക്ക ഒരു നാടൻ അറബി, അയാളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സുറാക്ക, നിന്റെ കയ്യിൽ കിസ്രയുടെ വളകൾ അണിയുന്നതിനെ കുറിച്ച്, കിസ്ര ബിൻ ഹുർമുസിന്റെ വളകൾ, അധികാര വളകൾ നിന്റെ കൈകളിൽ അണിയുന്നതിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? കിസ്ര ഉപയോഗിക്കുന്ന അധികാരത്തിന്റെ ചെങ്കോൽ നിന്റെ കയ്യിൽ വരുന്നതിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? അയാൾ പറഞ്ഞു,
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മുഹമ്മദെ നീ എന്നെ കളിയാക്കണോ എന്ന് ചോദിച്ചു. ഒരു സാധ്യതയില്ല. അന്ന് മക്കത്ത് നിന്ന് തന്നെ അഭയാർത്ഥിയായിട്ട് മദീനക്ക് പോവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരനും. അപ്പോഴാണ് കിസ്ര ബിൻ ഹുർമുസിന്റെ വളകളും അധികാര ചിഹ്നങ്ങളും ഒരു സാധാരണക്കാരനായ അറബിയുടെ കയ്യിൽ വരാന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, നീ എന്നെ കളിയാക്കണോ, എന്നെ പരിഹസിക്കണോ, ഇത് രേഖയായിട്ട് എഴുതി തരാൻ പറ്റുമോ എന്നൊക്കെയാണ് അയാൾ ചോദിച്ചത്. നിസാരമെന്ന് തോന്നി, തമാശയെന്ന് തോന്നി, പരിഹസിക്കുന്നതായി തോന്നി. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഈ കിസ്റയുടെ വളയും ചെങ്കോലും കിരീടവും അവിടെ പ്രദർശിക്കപ്പെട്ടു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, എവിടെ സുറാക്ക? സുറാക്കയെ വിളിക്കും. ആ മുദ്ലജി ഗോത്രക്കാരനായ നാടൻ, നമ്മൾ പറയില്ല നാടൻ കാക്ക എന്ന് പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരനായ ഈ സുറാക്ക കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിന് സാക്ഷ്യം വഹിക്കുകയാണെന്ന് സഹാബത്ത്. ഉമർ റളിയല്ലാഹു അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ആ വള അണിയാൻ പറഞ്ഞു. വള അണിഞ്ഞു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇർഫഅ യദക്, നിന്റെ കൈ ഉയർത്തി പിടിക്കാൻ പറഞ്ഞു. അധികാരത്തിന്റെ ചിഹ്നങ്ങളായ ആ വള കയ്യിൽ അണിഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ കൈ ഉയർത്തി പിടിക്കാൻ. എന്നിട്ട് ഉമർ റളിയല്ലാഹു പറയണം, കുൽ അല്ലാഹു അക്ബർ, പറ അല്ലാഹു അക്ബർ എന്ന് പറ, അല്ലാഹു അക്ബർ എന്ന് പറ. ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു, ഇത് അല്ലാഹുവും അവന്റെ പ്രവാചകന്റെയും വാഗ്ദാനമാണ് എന്ന് പ്രഖ്യാപിക്കാൻ പറയണം. നിങ്ങൾ നോക്കി, കാലങ്ങൾ എത്ര കഴിഞ്ഞു. അതിന് സാക്ഷിയാവുകയാണ് സഹാബത്ത്. അതുകൊണ്ട് ഒരു സുറാക്കയോട് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും വർത്തമാനങ്ങളും അത് സത്യമായി പുലർന്ന് തൻ്റെ കൈകളിൽ സുറാക്കയുടെ വളയണിഞ്ഞു നിൽക്കുന്ന സുറാക്കയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അദ്ദേഹം ഓർത്തിട്ടുണ്ടാവില്ലേ, അന്ന് നബിനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ കച്ച കെട്ടിപ്പോയ ഞാൻ, എന്നെ കളിയാക്കണമെന്ന് ചോദിച്ച ഞാൻ, ഇന്നിതാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വരികളും വർത്തമാനങ്ങളും പൂർണ്ണമായി പൂവണിഞ്ഞ് അതിനെൻ്റെ ഈ കൈകൾ സാക്ഷിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാവില്ലേ? ആ മനസ്സിൽ മുഹമ്മദ് റസൂലുള്ളയോടുള്ള ആ ഈമാനികമായ ഉണർവ് എത്രമേൽ ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും അതിന് സാക്ഷിയായ സഹാബത്തിനും. നിങ്ങൾ നോക്കി. അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രമേൽ ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും തസ്കിയത്ത് ഉണ്ടാവുക. കാരണം മുഹമ്മദ് റസൂലുള്ള എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാഗമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം ശക്തവും ഭദ്രവും ആണിക്കല്ലും ഒന്നാമതുമാകുമ്പോൾ മുഹമ്മദ് റസൂലുള്ള എന്ന അടിസ്ഥാന വിശ്വാസത്തെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ ചേർത്ത് അണച്ച് മുറുക്കെ പിടിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരം വാക്കുകളും വർത്തമാനങ്ങളും കാലങ്ങൾക്ക് ശേഷവും പ്രഖ്യാപിച്ച വിശാലമായ സൗദി അറേബ്യയിലെ ഒരു വിശാലമായി കിടക്കുന്ന മരുഭൂമിയിൽ മരണപ്പെട്ട ഒരു സഹാബിയുണ്ട്. പേര് അബൂദറുൽ ഗഫാരി എന്നാണ്. റബ്ദ, ഇപ്പോഴും സൗദിയിൽ ആ പ്രദേശമുണ്ട്. വിജന പ്രദേശമാണ് അന്ന്. അവിടെ അദ്ദേഹം ഒറ്റക്കാണ്, കൂടെ ഭാര്യയുണ്ട്. ജനങ്ങളിൽ നിന്നെല്ലാം അകന്നു മാറി താമസിക്കുകയാണ് അവിടെ. അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഭാര്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ സമയത്ത് അബൂദറുൽ ഗഫാറുല്ലാഹു ഭാര്യനോട് ചോദിക്കാം, നീ എന്തിനാ കരയണ്? അങ്ങിപ്പോൾ മരണാസന്നനായ അവസ്ഥയിലാണ്, ഈ ലോകത്ത് വിട പറയാൻ പോകുന്ന ഘട്ടമാണ്. എങ്ങനെയാണ് ഒരു ഭാര്യയ്ക്ക് കരയാതിരിക്കാൻ കഴിയുക? മാത്രമല്ല, അങ്ങ് മരിച്ചാൽ അങ്ങയെ കഫൻ ചെയ്യാനോ കബറടക്കാനോ എങ്ങനെ അറിയില്ല. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, വിശാലമായ മരുഭൂമിയിൽ. ഞാൻ എന്ത് ചെയ്യും? അങ്ങയുടെ വിയോഗം, അതോടൊപ്പം തന്നെ അന്ത്യകർമ്മങ്ങൾ ആലോചിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പെൺമനസ്സിൻ്റെ ബേജാറ്. അബൂദറുൽ ഗഫാരി പറഞ്ഞു, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ മരണപ്പെട്ടാൽ ഒരു സംഘം ഇവിടെ എത്തും. അവരെ എന്നോടുള്ള എന്നെ കഫൻ ചെയ്യലും കബറടക്കവും എല്ലാം അവർ നടത്തും. അതെങ്ങനെ? അബൂദറുൽ ഗഫാറുല്ലാഹു എന്നെ പറയാണ്, എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലയമൂതുന്ന റജുലൻ മിൻകും ബിഫലാത്ത്, വിജനമായൊരു സ്ഥലത്ത് വെച്ച് എൻ്റെ കൂട്ടത്തിൽ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മരിക്കും. പിന്നെയോ തശ്ഹദു ഉസാബത്തും മിനൽ മുഅ്മിനീൻ, ഒരു സംഘം മുസ്ലിങ്ങൾ മുഅ്മിനീങ്ങൾ അതിന് സാക്ഷികളാവുകയും അദ്ദേഹത്തിൻ്റെ കബറടക്കവും അതേപോലെ തന്നെ കഫൻ ചെയ്യലും എല്ലാം നിർവഹിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അബൂദറുൽ ഗഫാറുല്ലാഹു തന്നെ പറഞ്ഞത്, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കും വർത്തമാനവും പറയുമ്പോൾ എൻ്റെ കൂടെയുണ്ടായിരുന്ന ആളുകളെല്ലാം മരിച്ചുപോയി, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. അതെന്നെക്കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് വിശാലമായ ഈ വിജനമായ ഈ പ്രദേശത്ത് ഞാൻ പടഞ്ഞു മരിച്ചാൽ, ഞാൻ ഈ ലോകത്ത് ഇവിടെ പറഞ്ഞാൽ, എന്നെ കഫൻ ചെയ്യാനും എന്നെ കബറെടുക്കാനും ഒരു സംഘം കടന്നു വരിക തന്നെ ചെയ്യും. ഇത് എൻ്റെ പ്രവാചകന്റെ വാക്കും വർത്തമാനവുമാണ്. നിങ്ങൾ നോക്കി, എന്ന ബോധ്യമുള്ള അബൂദറുൽ ഗഫാറുല്ലാഹു നമ്മൾ ആദ്യം പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിലേക്ക് നമുക്ക് തിരിച്ചു പോവാം.
യാദൃശ്ചികമായി അബ്ദുല്ലാഹിബ്നു മസ്ഊദിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൊച്ചു യാത്രാ സംഘം ആ വഴിക്ക് കടന്നു പോവുകയാണ്. അപ്പോഴാണ് ഇവരെ ശ്രദ്ധിക്കണേ. അങ്ങോട്ട് കടന്നു വരികയാണ്. നോക്കുമ്പോൾ അബൂദർ അൽ ഗഫാറുള്ളാനാണ് മരണപ്പെട്ട് കിടക്കുന്നത്. അവരെല്ലാം സ്വാഭാവികമായും വിശ്വാസികൾ ചെയ്യേണ്ട അദ്ദേഹത്തെ കഫൻ ചെയ്യുന്നു, മയ്യത്ത് നിസ്കരിക്കുന്നു, ഖബറടക്കം നിർവഹിക്കുന്നു. ആ സമയത്ത് ഭാര്യ പറഞ്ഞ വർത്തമാനമുണ്ട്, അദ്ദേഹം ഇങ്ങനെയെല്ലാം പറഞ്ഞു എന്ന്. അതിന് സാക്ഷിയായ അബ്ദുല്ലാഹിബ്നു മസ്ഊദും സഹാബത്തും ആ ശ്രദ്ധേയമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനും വർത്തമാനത്തിനും പ്രവചനത്തിനും സാക്ഷികളാവുകയാണ്. ആ കൊച്ചു സംഘമായി അള്ളാഹു നിശ്ചയിച്ചത് ഞങ്ങളെയാണല്ലോ. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വർത്തമാനമുണ്ട്, റഹിമർ റജുൽ റഹിമല്ലാഹു അബാദർ. അബാദറിന് അള്ളാഹു കരുണ ചൊരിയട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്, യംശി വഹ്ദ വയമൂതു വഹ്ദ വയുബഅസു വഹ്ദ. അദ്ദേഹം ഒറ്റം ഏകനായി അദ്ദേഹം നടന്നു നീങ്ങും, അദ്ദേഹം ഏകനായി തന്നെ മരണപ്പെടും, അദ്ദേഹം തനിച്ച് തന്നെ ഏകനായി തന്നെ ഒറ്റയ്ക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വർത്തമാനമാണ്. നിങ്ങൾ നോക്കി, കാലങ്ങൾ എത്ര കഴിഞ്ഞു. മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് എത്രമേൽ അബൂദർ അൽ ഗഫാരിയുടെ ഹൃദയത്തിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുണ്ട്, എത്രമേൽ ആഴത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയത്തിലും വിശ്വാസത്തിലും. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് മുമ്പേ കടന്നു പോയ പൂർവസൂരികളായ ശ്രേഷ്ഠരായ സഹാബിവര്യന്മാരുടെ അനുഭവ സാക്ഷ്യങ്ങളാണ്, ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. ചില ആളുകളൊക്കെ പറഞ്ഞ പോലെ കേവല അനുഭവമാണ്. കുറേ അനുഭവങ്ങളുടെ പിന്നാലെയാണല്ലോ ഇപ്പോൾ കുറേ കൾട്ടുകളും മറ്റേ ആൾദൈവങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്. ഇത് കേവലമായ അനുഭവമല്ല, മറിച്ച് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ ചുരുക്കുകയാണ്, നമ്മളിൽ വ്യത്യസ്ത പ്രായത്തിലുള്ള ആളുകളുണ്ട്. ഈ ലോകത്ത് നിന്ന് എപ്പോൾ ഇവിടുന്ന് മറുവിട പറയേണ്ടി വരികയാണെങ്കിലും അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ തൃപ്തി മനസ്സിൽ നമുക്ക് കാണാൻ കഴിയും. നീ എന്തിനാ കരയണ്, നീ എന്തിനാ ബേജാറാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ മരിച്ചു പോയിട്ട് ഞാനാണത്, അതുകൊണ്ട് എനിക്ക് ആ ബേജാറില്ല. അത്രയും ഉറപ്പാണ്. ആ മനസ്സിൻ്റെ ഉറപ്പ് നമുക്ക് ഉണ്ടാകണം. എപ്പോൾ മരിക്കുകയാണെങ്കിലും, ഏതു പ്രായത്തിൽ മരിക്കുകയാണെങ്കിലും, എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും യക്കീനോടെ തൃപ്തമായ മനസ്സിനുടമയായി സമാധാനമടഞ്ഞ ആത്മാവിൻ്റെ ഉടമകളായി ഈ ലോകത്തുനിന്ന് വിട പറയാൻ കഴിയണം. അങ്ങനെ സമാധാനത്തോടെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ രണ്ട് സഅദുകളെ ചരിത്രം നമുക്ക് വരച്ചു കാണിക്കുന്നുണ്ട്. ഒന്ന് യുവാവാണ്, ഒന്ന് വൃദ്ധനാണ്. സ്വാഭാവികമായി നമ്മുടെ സദസ്സിൽ യൗവനാവസ്ഥയിലൂടെ കൗമാരാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, വാർദ്ധക്യാവസ്ഥയിലെത്തിയ ആളുകളും നമുക്കിടയിലുണ്ട്. ഈ രണ്ട് സഅദുകളുടെ അവസാനത്തെ പര്യവസാനത്തെക്കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഒന്ന് ചെറുപ്പക്കാരനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആണ്. ഈ ലോകത്ത് നിന്ന് അദ്ദേഹം വിട പറയുന്ന 37-ാമത്തെ വയസ്സിലാണ്. നമുക്കറിയാം, അഹ്സാബ് ഖന്തക്ക് യുദ്ധം കഴിഞ്ഞ് അതിലെ മാരകമായ മുറിവേറ്റ് ശരീരത്തിൽ നിന്ന് ചോര വാർന്നൊഴുകി. ചരിത്രകാരന്മാർ പറയുന്ന അദ്ദേഹത്തെ കിടത്തിയ ടെന്റിന്ന് പുറത്തേക്ക് ചോര അങ്ങനെ വന്നിരുന്നു എന്നാണ്. മാരകമായ മുറിവ്, രക്തം നിൽക്കണില്ല, ചോര വാർന്നൊഴുകുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നുപോയി. അദ്ദേഹത്തെ കാണാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെല്ലുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ, തൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ, തൻ്റെ സഹാബിയെ തൻ്റെ മടിയിലേക്ക് ചേർത്ത് വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ ഇതാ സഅദ്, നിന്റെ മാർഗത്തിലാണ് സഅദ് ജീവിച്ചത്, നിന്നോടുള്ള ബാധ്യതകൾ നിർവഹിച്ചവനാണ് സഅദ്, നിന്റെ പ്രവാചകനോടുള്ള ബാധ്യതകൾ നിർവഹിച്ചവനാണ് സഅദ്. സഅദിൻ്റെ ആത്മാവിനെ നീ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കണമേ എന്ന് തൻ്റെ പ്രിയപ്പെട്ടവനെ തൻ്റെ മടിയിലേക്ക്, തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തണച്ചു വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. ഒരു നേതാവ് എങ്ങനെ ആകണമെന്ന് കാണിച്ചു തരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ മടിയിൽ തളർന്നു കിടക്കുന്ന മനുഷ്യൻ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു കണ്ണു തുറക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം സാക്ഷ്യം വഹിക്കാൻ പതിങ്ങിയ ശബ്ദത്തിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയാണ്, അങ്ങ് അള്ളാഹുവിൻ്റെ റസൂൽ തന്നെയാണ്, അങ്ങ് അള്ളാഹിൻ്റെ റസൂൽ തന്നെ. അള്ളാഹിൻ്റെ റസൂലിനെ എങ്ങനെ ആവാനാവൂ? ഇങ്ങനെ ചേർത്തണച്ച് പിടിക്കാനാവൂ? ഇങ്ങനെ ഹൃദയത്തോട് ചേർത്തി വെച്ച് പ്രാർത്ഥിക്കാനാവൂ? അങ്ങ് അള്ളാഹുവിൻ്റെ റസൂൽ തന്നെയാണെന്ന് ഞാൻ ഒന്നുകൂടി സാക്ഷ്യം വഹിക്കുകയാണ്. അങ്ങ് അള്ളാഹിൻ്റെ റസൂൽ തന്നെ. ആ മടിയിൽ വെച്ചാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ വെച്ചാണ് ആ ചെറുപ്പക്കാരൻ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഈ മണ്ണിൽ എന്ന് ഇവിടെ പറയണം, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി എന്ന ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ
ഈ മരണങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം. അങ്ങനെയുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടാകണമേ. സമാധാനമടഞ്ഞ ആത്മാവിൻ്റെ ഉടമകളായി ഈ മണ്ണിൽ നിന്ന് വിട പറയാൻ നീ തൗഫീക്കേകണമേ എന്ന് ഹൃദയം തുറന്ന് റബ്ബിനോട് തേടേണ്ടതുണ്ട്. ചെറുപ്പക്കാരായ നമ്മൾ, പ്രായമുള്ള നമ്മൾ, ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ. മറ്റൊരു സഅദാണ്, സഅദ് ബിൻ അബീ വഖാസാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാം 80-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. പ്രായമായി, താടിയും തലയൊക്കെ നരച്ചു, ശരീരമെല്ലാം ചുക്കിച്ചുളിഞ്ഞ 80-കാരൻ്റെ അവസ്ഥയിൽ തൻ്റെ അടുത്തിരിക്കുന്ന മകൻ്റെ സ്വാഭാവികമായ സങ്കടത്തും അദ്ദേഹം കാണുകയാണ്. വാപ്പാൻ്റെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ സ്നേഹമുള്ള ഏത് മകൻ്റെയും കൽബ് പടയും, കണ്ണു നിറയും. മകൻ്റെ കണ്ണ് നിറഞ്ഞ് മകൻ കരഞ്ഞപ്പോൾ ആ മകനോടായി സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ എന്തിനാടാ കരയണേ മോനെ, നീ എന്തിനാ കരയണേ? ഉപ്പാൻ്റെ അവസ്ഥകൾ ഇതാലോചിച്ചിട്ടാണോ? നീ ബേജാറാണ്ട. നിനക്കറിയോ എൻ്റെ റസൂൽ, അവിടെ നമ്മൾ അടിവരയിടണം. എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാതുകൾ കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് സഅദ് ബിൻ അബീ വഖാസിന് സ്വർഗമുണ്ട് എന്ന്. എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെക്കുറിച്ച് സന്തോഷ വർത്തമാനം അറിയിച്ചിട്ടുണ്ട്. പിന്നെന്തിനാ എൻ്റെ കുട്ടി കരയണ്? നോക്കി, എൻ്റെ കുട്ടി പിന്നെന്തിനാ കരയണ്? ഉപ്പാക്ക് സ്വർഗം ഉണ്ടെന്ന് അള്ളാൻ്റെ റസൂലല്ലേ പറഞ്ഞേ, പിന്നെ എന്തിനാ എൻ്റെ കുട്ടി കരയണമെന്നാണ് ചോദിക്കണത്. എന്നിട്ട് ആ വാപ്പ മകനോട് പറയണം, മോനെ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു വസിയത്തുണ്ട്. തൻ്റെ വീട്ടിലെ, തൻ്റെ അറയിലെ റൂമിലെ ഒരു പഴയ ഒരു പെട്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയണം, അതിലൊരു വസ്ത്രമുണ്ട്, അതിലായിരിക്കണം നീ എൻ്റെ മയ്യത്ത് പുതക്കേണ്ടത്, എൻ്റെ കഫൻ തുണിയാക്കേണ്ടത് ആ തുണിയാകണം. കാരണം ആ തുണി അണിഞ്ഞുകൊണ്ടാണ് ഞാൻ ബദറിൽ പങ്കെടുത്തത്. ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ എൻ്റെ ശരീരത്തിലുണ്ടാകേണ്ട തുണി ബദറിൽ ഞാൻ അണിഞ്ഞ തുണിയാകണം എന്ന് പറഞ്ഞ സഅദ് ബിൻ അബീ വഖാസിൻ്റെ ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. സമാധാനമടഞ്ഞ ആത്മാവിൻ്റെ ഉടമകളായിക്കൊണ്ടാണ് അവരേക്ക് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞത്. വാർദ്ധക്യത്തിലാകട്ടെ, യൗവനാവസ്ഥയിലാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ ജീവിതമായിട്ട് ഇങ്ങനെ പോവുകയാണ്. കുറേ കാലം നമ്മൾ നാട്ടിൽ, കുറേ കാലം ഗൾഫിൽ, അങ്ങനെ നമ്മുടേതായ ജീവിത തിരക്കുകൾ, കുടുംബ സംരക്ഷണത്തിൻ്റെ ഓട്ടത്തിൽ, ബാധ്യതകൾ തീർക്കേണ്ട ഞെട്ടോട്ടത്തിൽ, അങ്ങനെ ഒരുപാട് തിരക്കുകളിലാണ് നമ്മൾ. അതിനിടയിലാണ് മരണം എന്നത് ഉണ്ടാവുക. എപ്പോൾ അള്ളാഹു വിളിച്ചാലും, ഏത് സമയത്ത് വിളിച്ചാലും തൃപ്തമായൊരവസ്ഥയിൽ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന അവസ്ഥയിൽ അള്ളാഹുവിലേക്ക് മടങ്ങാൻ, സ്വർഗം പ്രതീക്ഷിച്ച് മടങ്ങാൻ, അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. അതിന് ഇത്തരം ക്ലാസ്സുകളും, ഇത്തരം നമ്മുടെ മർക്കസുകൾ, അൽമനാർ സെൻ്ററുകളിൽ നടക്കുന്ന തസ്കിയ, തർബിയ ക്യാമ്പുകളും, ഖുർആൻ പഠന സംരംഭങ്ങളും, നമ്മുടെ കൂട്ടായ്മകളെല്ലാം നമുക്കത് സഹായകമാകണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈമാനിനെ ഒന്ന് പുതുക്കാൻ, നമ്മുടെ യക്കീൻ ഒന്നുകൂടി ഉറപ്പിക്കാൻ. പണ്ടൊക്കെ നമ്മൾ പറയല്ലേ യക്കീനായ ഉറപ്പ് എന്ന് പറയും. യക്കീൻ ആഴത്തിലുള്ള ബോധ്യമാണത്. അതുകൊണ്ടാണ് ഖുർആൻ പരലോകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർക്ക് പരലോകത്തിൽ നല്ല യക്കീൻ ഉണ്ടാകുന്നതാണ്, ആഴത്തിലുള്ള ബോധവും ബോധ്യവും ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലയിൽ, മുഹമ്മദ് റസൂലുള്ളയിൽ നമുക്ക് ആ ബോധവും ബോധ്യവും ഉണ്ടാകണം. ആഖിറത്തിൻ്റെ വിഷയത്തിൽ ഈ ഒരർത്ഥത്തിലുള്ള യക്കീൻ ഉണ്ടാകണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ജ്വലിച്ചു നിൽക്കും, അത് പ്രകടമാകും. ആ യക്കീൻ കുറയുന്നതിനനുസരിച്ച് സ്വാഭാവികമായും എല്ലാ തലങ്ങളിലും അതിൻ്റെ കുറവുണ്ടാകും. ആ കുറവുകൾ നികത്താൻ ഇത്തരം ചർച്ചകളും ഇത്തരം വിഷയങ്ങളും ഇത്തരമുള്ള തുറന്ന ചർച്ചകളും സഹായകമാകട്ടെ, സഹായകമാകണമേ എന്ന് നമുക്ക് പടച്ചറബിനോട് പ്രാർത്ഥിക്കാം. റഹ്മാനായ റബ്ബേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭദ്രമാക്കണം. മുഹമ്മദ് റസൂലുള്ള നീ ഞങ്ങളുടെ ഹൃദയത്തിൽ ഭദ്രമാക്കണമേ. ആഖിറത്തിനെ കുറിച്ചുള്ള ബോധവും ബോധ്യവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ യക്കീനാക്കണേ റഹ്മാനെ. നാളെ പരലോകത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിന്നെ കാണുക എന്ന മഹാസൗഭാഗ്യം. ആ മഹാസൗഭാഗ്യം ലഭിക്കുന്ന നിൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങൾക്കേറെ ഇഷ്ടമാണ് ഞങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും നബിയോടൊപ്പം സ്വർഗീയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളുടെ രക്ഷിതാക്കളോടൊപ്പം, ഞങ്ങളുടെ ഇണകളോടൊപ്പം, മക്കളോടൊപ്പം, പേരമക്കളോടൊപ്പം, സഹോദരങ്ങളോടൊപ്പം, ആദർശ ബന്ധുക്കളോടൊപ്പം കൂട്ടത്തോടെ സ്വർഗപ്രവേശം നീ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് പരിഗണിച്ച് നൽകി സഹായിക്കുമാറാകണം. ഞങ്ങളുടെ ദഅവാ കൂട്ടായ്മകളെയും സംരംഭങ്ങളെയും ദഅവാ പ്രവർത്തനങ്ങളെയും നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വാഭാവികമായും ചില അവസ്ഥാവിശേഷങ്ങളിലൂടെ കടന്നു പോകുന്ന
കാഴ്ച പരിമിതരായ, കേൾവി പരിമിതരായ ഒരുപാട് സഹോദരങ്ങളുടെ വർത്തമാനങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അവരുടെ കൈകൾ പിടിക്കേണ്ടത്, അവർക്ക് താങ്ങാകേണ്ടത്, അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ നമുക്ക് കഴിയണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾക്കെല്ലാം അള്ളാഹു ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തുമാപ്പാക്കി തരുമാറാകണമേ. സ്വർഗം സമ്മാനമായി നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.